പ്രേക്ഷകരെ ആറന്മുളയിൽ ആദ്യ റൗണ്ട് എണ്ണി തീർന്നിരിക്കുന്നു. ആറന്മുളയിൽ ആദ്യ റൗണ്ട് എണ്ണി തീർമ്പോൾ 1332 വോട്ടുകൾക്ക് അബിൻ വർക്കി. തുടക്കം മുതൽ ആറന്മുളയിൽ അബിൻ വർക്കിയുടെ ലീഡാണ്. ഒരു ഘട്ടത്തിൽ ആറന്മുളയിൽ അട്ടിമറിയുടെ സാധ്യത, തളിപ്പറമ്പിലും അട്ടിമറിയുടെ സൂചന. 2021 3895 വോട്ടായിരുന്ന തളിപ്പറമ്പിലെ ആദ്യത്തെ ഒന്നാം റൗണ്ടിലെ ലീഡ് നേരെ പകുതിയായിരിക്കുന്നു. എന്നുള്ളതാണ് പാറശാലയിൽ പയ്യന്നൂരിൽ 2408 വോട്ട് കെ മധുസൂദനൻ. പക്ഷെ പോരാ, പയ്യന്നൂരിൽ മധുസൂദനൻ 2408 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പയ്യന്നൂരിലും തളിപ്പറമ്പിലും LDF-ന് കിട്ടിയ വോട്ടുകൾ 1045 വോട്ടിന് തോമസ് ഉണ്ണിയാടൻ മുന്നിലാണ്. കുന്നത്തുനാട് VP സജീന്ദ്രൻ 2415 താനൂര് പോയി 1884 വോട്ടുകൾക്കാണ് തൃശ്ശൂരിൽ ലീഡ് ചെയ്യുന്നത്. 1884 വോട്ടുകൾക്ക് രാജൻ പല്ലൻ തൃശ്ശൂരിൽ വോട്ട് ചെയ്യുന്നു. UDF കേന്ദ്രങ്ങൾക്ക് ആശ്വാസമായ വാർത്ത. 82 സീറ്റുകളിൽ ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നു. 53 ഇടങ്ങളിൽ LDF, 4 ഇടങ്ങളിൽ NDA. 4 ഇടങ്ങളിൽ നോക്കൂ. ഇതിനിടയ്ക്ക് വിട്ടുപോകാൻ പാടില്ലാത്തത് അസമിൽ 76 ഇടങ്ങളിൽ BJP, 21 ഇടങ്ങളിൽ മാത്രം കോൺഗ്രസ്. 21 ഇടങ്ങളിൽ ഞെട്ടിക്കുന്ന വാർത്തയുണ്ട്. ചില എക്സിറ്റ് പോളുകൾ പ്രവചനങ്ങളെ ശരിവെച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ TVK ലീഡ് ചെയ്യുന്നു. TVK തമിഴ്നാട്ടിൽ ചിലയിടങ്ങളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. 47 ഇടങ്ങളിൽ 75 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. അതേപോലെ ദീദി അവിടെ മുന്നിലാണെങ്കിലും തൊട്ടു പിന്നിൽ BJP അല്ലേ? അല്ലല്ല, BJP ആണോ മുന്നിൽ? ബംഗാളിൽ അസമിൽ BJP മുന്നിൽ, തമിഴ്നാട്ടിൽ TVK പക്ഷെ 50 APCC ഓഫീസിൽ പന്തലിട്ടത് വെറുതെ ആയില്ല ഡോക്ടർ അരുൺ. അത് ചൂടിനുള്ള പന്തൽ മാത്രമല്ല, ആഘോഷത്തിനുള്ള പന്തൽ കൂടിയാണ്. ആഘോഷത്തിനാണോ അതോ KPSSC ആസ്ഥാനത്തുള്ള ദൃശ്യങ്ങൾ ഇടയ്ക്ക് കാണിക്കൂ. അവിടെ അതാ നേതാക്കൾ കൂടുതൽ എത്തി തുടങ്ങിയിരിക്കുന്നു. ആഹ്ലാദ പ്രകടനത്തിലേക്ക് ആഘോഷം തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വരുന്ന വിവരം കഴക്കൂട്ടത്ത് LDF 379 വോട്ടുകൾക്ക് മുന്നിൽ. വാർത്തകൾ മാത്രം കൊടുക്കാൻ കഴക്കൂട്ടത്ത് ആകെ KPSSC ഓഫീസിൽ ആഹ്ലാദ പ്രകടനം തുടങ്ങി. ഹരിപ്പാട് രമേശ് ചെന്നിത്തല 1530 വോട്ടുകൾക്ക് മുന്നിൽ എന്നുള്ള കാര്യം വരുന്നു. മമ്മിക്കുട്ടിയെ തോൽക്കുകയും അവിടെ ഹരിഗോവിന്ദൻ വിജയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായ സൂചനയാണ്. ഇടതുകോട്ടയായ ഷൊർണൂർ ഇളകിയിരിക്കുന്നു. അവിടെ ഹരിഗോവിന്ദൻ മാഷ് അവിടെ ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ്. എണ്ണിക്കഴിഞ്ഞപ്പോൾ വാമനപുരത്ത് UDF 503 വോട്ടുകൾക്ക് മുന്നിൽ. അതെ, വാമനപുരത്ത് UDF മുന്നിൽ. നേരത്തെ സൂചനകൾ അങ്ങനെ ഉണ്ടായിരുന്നു. തരൂരിൽ ഒന്നും സംഭവിക്കാനില്ല. LDF മുന്നിൽ തന്നെ. PP സുമോദ് 1539 വോട്ടുകൾ. മലമ്പുഴയിൽ LDF മുന്നിൽ 2012. കണ്ണൂരിൽ വലിയ ലീഡാണ് കേട്ടോ മോഹന്. 3000 വോട്ടുകളുടെ ലീഡാണ്. മോഹൻ അവിടെ ലീഡ് ഉയർത്തി, അതൊരു സംശയമില്ല. കണ്ണൂരിന് വീടില്ല, കണ്ണൂർ കോൺഗ്രസിന് സ്വന്തം. മലമ്പുഴയിൽ LDF മുന്നിൽ. A പ്രഭാകരൻ 2012 വോട്ടുകൾക്ക് മുന്നിൽ. അടിയുറച്ച കോട്ടകളിൽ ഷൊർണൂർ പോലും ഇളക്കി. ചിറയൻകീഴ് ഇളകിയിട്ടുണ്ട്. ചിറയൻകീഴ് ഇപ്പോൾ രമ്യ ഹരിദാസ് ആണ് ലീഡ് ചെയ്യുന്നത്. ഞെട്ടിപ്പിക്കുന്ന വിജയമുണ്ടാവുന്നത്, ഞെട്ടിപ്പിക്കുന്ന ലീഡ് ഉണ്ടാവുന്നത് ഹരിഗോവിന്ദ മാഷിന്റേതാണ്. ഷൊർണൂരിൽ ഹരിഗോവിന്ദൻ 1500 കോട്ടയത്ത് പതുപോലെ തിരുവഞ്ചൂർ ലീഡ് ഉയർത്തുന്നു. വാമനപുരം ഒന്നും മറിയുന്ന മണ്ഡലമല്ല. ഏത് വഴി നോക്കിയാലും മറിയുന്ന മണ്ഡലമല്ല.